ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫേഷ്യലായത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടിയാണ്. അപ്പം നമുക്കത് വെച്ച് എങ്ങനെ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും വീഡിയോ മിസ്സാവാതെ കാണാനും പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് ഈ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കാമേ. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യാമേ. ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമേ. ഇപ്പം നമുക്ക് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് കോഫി പൗഡറും മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പച്ചപ്പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. നമുക്കിതും കൊണ്ട് ഫേസ് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നല്ലതായിട്ട് തുടച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാമേ. അപ്പം നല്ലതായിട്ട് ഫേസ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു സ്ക്രബ്ബർ തയ്യാറാക്കാമേ. സ്ക്രബ്ബർ തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് കോഫി പൗഡർ തന്നെ കുറച്ച് ആഡ് ചെയ്യാം. ഇതിനകത്തോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാമേ. ഇനി ഇതിനകത്തോട്ട് ഒരു 3-4 ഡ്രോപ്പ് നാരങ്ങ നീര് ആഡ് ചെയ്യാമേ. ഇനി നല്ലതായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുകൊണ്ട് ഫേസ് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ നല്ലതായി സ്ക്രബ് ചെയ്യുന്നത് വഴിയേ. അതേകൂട്ട് തന്നെ ആഴ്ച ഒരിക്കൽ മാത്രമേ സ്ക്രബ് ചെയ്യാവേ. കണ്ണിന് താഴൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം സ്ക്രബ് ചെയ്യാൻ. ഒരുപാട് പ്രസ് ചെയ്ത് സ്ക്രബ് ചെയ്യല്. ഒരു 3-4 മിനിറ്റ് നല്ലതായിട്ട് സ്ക്രബ് ചെയ്യണേ.
അപ്പോൾ നല്ലതായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ നല്ലതായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലൊരു പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കടലമാവ് ആഡ് ചെയ്യാമേ. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ഇപ്പോൾ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കാപ്പിപ്പൊടി പിന്നെ നമുക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. നിങ്ങൾ ഈ ക്ലെൻസിങ്ങും സ്ക്രബിങ്ങും പാക്കും ഒക്കെ കഴുത്തേലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ പാക്ക് നല്ലതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് നല്ലതായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് കാണാമേ. ഇപ്പം നമ്മുടെ പാക്ക് ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാമേ. ഇപ്പം ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ആഴ്ച ഒരിക്കൽ മാത്രം ചെയ്താൽ മതി ഈ പാക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.